ലെയ്ത്തിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നടക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ലെയ്ത്ത്? ഇതൊരു മിഷൻ ടൂളാണ്. ഈ മാനുഫാക്ചറിങ് സെൻറ്ററുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷനാണ് ലെയ്ത്ത്. ബാക്കിയുള്ള വരുന്ന ലെയ്ത്തുകൾ മുഴുവനും മെഷീൻസ് മുഴുവനും ഇതിൻ്റെ പല വിധത്തിലുള്ള വകഭേദങ്ങളും കാര്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ചെയ്യാൻ പറ്റാത്ത വർക്കുകൾ ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഓപ്പറേറ്ററുടെ സ്കില്ലിനനുസൃതമായിട്ട് ഗിയർ കട്ടിങ്ങിലൂടെ ഇതിനകത്ത് റിക്വയർഡ് അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദ മെഷീൻ ഈസ് കാൾഡ് ഫാദർ ഓഫ് ഓൾ മെഷീൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു ഇംഗ്ലീഷുകാരനായ ഹെൻറി മോഴ്സ്ലെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്ക്രൂ കട്ടിങ് ലെയ്ത്ത് ഡിസൈൻ ചെയ്തു. ആദ്യം മുമ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ വുഡ് ലെയ്ത്ത് കാർട്ടുകയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സാധനം കറക്കി അതിലേക്ക് ടൂള് വെച്ചാൽ ഗുളികൾ വെച്ചിട്ട് ലിക്വിഡ് ഷേപ്പ് ആൻഡ് സൈസ് ഉണ്ടാക്കുന്നതാണ് അതിലുണ്ടായിരുന്നത്. പിന്നെ അത് മാറി മാറിയാണ് ഇപ്പോഴത്തെ കാണുന്നതിലുള്ള അഡ്വാൻസ്ഡ് ലെയ്ത്തുകളിലേക്ക് വന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലെയ്ത്ത് വരെ നമുക്ക് മെഷീൻസ് വരെ നമുക്ക് കിട്ടാനുള്ള അവസ്ഥയും ജോലി ചെയ്യാനുള്ള അവസ്ഥയും ഉണ്ടാകുന്നു. ഇവിടെ റൊട്ടേറ്റിംഗ് ബോഡിയിലേക്ക് ടൂൾ കയറിയായിട്ട് ലിക്വിഡ് ഷേപ്പ് ആൻഡ് സൈസ് ഉണ്ടാക്കിയാണ്. അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിവൈസ് ഡിസൈനും കാര്യങ്ങളും ഇതിനോട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓരോ പാർട്ടുകളായിട്ട് പറയാം. ഫസ്റ്റിൽ നമ്മൾ ഓപ്പറേറ്റർ നിൽക്കുന്നത് ഈ ഇതിലാണ്. ഇതിൻ്റെ ഓപ്പറേറ്റർ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് ഹെഡ് സ്റ്റോക്ക്, വലതുഭാഗത്തിൻ്റെ അഞ്ചിൽ കാണുന്നത് ടെയിൽ സ്റ്റോക്ക്. പിന്നെ വരുന്നത് ബെഡ്. അടുത്തത് കാരേജ്. പിന്നെ ഇതിന് രണ്ടിന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള രണ്ട് പെഡസ്റ്റൽ സപ്പോർട്ടുകൾ ലെഗ്സിന്. വീണ്ടും നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഹെഡ് സ്റ്റോക്കിലേക്ക് വരാം. ഹെഡ് സ്റ്റോക്ക് വ്യത്യസ്ത വേഗതകളിൽ സ്പിൻഡിലിനെ കറക്കാൻ വേണ്ടിയിട്ടുള്ള പല ഡിവൈസുകൾ അടങ്ങിയിരിക്കുന്നതാണ് ഹെഡ് സ്റ്റോക്ക്. അവിടെ ഇരിക്കുന്നത് സ്പിൻഡ്, ഹോളോ സ്പിൻഡ് ഹെഡ് സ്റ്റോക്കിൻ്റെ ബോഡിയിൽ ഹൗസ് ചെയ്തിരിക്കുക, ഫ്രീ ആയിട്ട് കറങ്ങാൻ പറ്റും. ഇത് സ്റ്റെപ്പ്ഡ് പുള്ളി ഹെഡ് സ്റ്റോക്കാണ് ടൈപ്പ്. ഇത് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വി ബെൽറ്റാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഫ്ലാറ്റ് ടൈപ്പ് ബെൽറ്റുകളും ക്യാൻവാസ് ബെൽറ്റുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന് ഫ്ലാറ്റ് പുള്ളികളാണ് ഉണ്ടാകാറ്. ഇവിടെ ബസ് വയ്ക്കുന്നതിൻ്റെ ഹെഡ് സ്റ്റോക്കിൻ്റെ രണ്ട് സൈഡിലും ബാരിങ്ങൾ, പേപ്പർ റോളർ ബാരിങ്ങുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതാണ് സമയത്ത് ഇതിൻ്റെ റൺ ചെയ്യുന്ന സമയത്ത് വരുന്ന ഷെയ്ക്കുകൾ ഒഴിവാക്കാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ബാരിങ്ങാണ് പേപ്പർ റോളർ ബാരിങ്ങുകൾ. ഇവിടെ ചെയ്യുന്ന മോട്ടോറിന് കൗണ്ടർ ഷാഫ്റ്റിലേക്ക് വരുന്നു. ഈ കൗണ്ടർ ഷാഫ്റ്റ് സദാസമയം മോട്ടോറിൻ്റെ വേഗതയ്ക്ക് തുല്യമായിട്ട് വലിയ പ്രൊപ്പോർഷനായിട്ട് സ്ഥിരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഹെഡ് സ്റ്റോക്കിലെ വ്യത്യസ്ത സ്പീഡിൽ കിട്ടുന്നത് ഈ സ്റ്റെപ്പ്ഡ് പുള്ളിയിലേക്ക് കൂടിയാണ്. ഇവിടെ ചെറിയ പുള്ളി ഒരു 4 പ്രാവശ്യം കറങ്ങുമ്പോൾ അവിടെ നമ്മളിവിടെയുള്ള ഹെഡ് സ്റ്റോക്കിലുള്ള വലിയ പുള്ളിയിലാണ് ഇതിനകത്ത് ബെൽറ്റ് ഡ്രൈവ് കൊടുക്കുക. അന്നേരം ഒരു 4 പ്രാവശ്യം കറങ്ങുമ്പോൾ ചെറിയ പുള്ളി 4 പ്രാവശ്യം കറങ്ങുമ്പോൾ വലിയ പുള്ളി 1 പ്രാവശ്യം കറങ്ങും. ആ സ്പീഡിൽ കിട്ടും. അതുപോലെ പ്രൊപ്പോർഷനായിട്ട് മാറിയിട്ട് ഇവിടെ വലിയ പുള്ളി 1 പ്രാവശ്യം കറങ്ങുമ്പോൾ ഹെഡ് സ്റ്റോക്കിലുള്ള പുള്ളി 4 പ്രാവശ്യം കറങ്ങുന്ന വേഗതയിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 4 സ്പീഡുകളാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ ഇങ്ങനെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് മീൻസ് വെച്ചാൽ നമുക്ക് ഓരോ സ്ഥലത്തും വേഗത കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇത് ബെൽറ്റ് മാറ്റി കൊടുക്കണം എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്കുള്ള ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾ ഗിയർഡ് ലൈറ്റ് കംപ്ലീറ്റ് ഗിയർ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടിട്ട് വേഗതകൾ ലിവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളിത് എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്ത ഒരു ട്രെയിൻ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത
വേഗതകൾ ഉപയോഗിക്കുന്നതിന് കാരണം സർഫസ് ഏരിയൻ്റെ അടിസ്ഥാനത്തിലാണ്, സർക്കംഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റേ കട്ടിങ് സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഔട്ടർ സർഫസ്. അപ്പം ഒരു കട്ടിങ് ടൂളിൻ്റെ മേലെ എൻഡിൽ ഇതിൻ്റെ ദൂരം പാസ് ചെയ്ത് പോകുന്ന കറങ്ങുമ്പോൾ പാസ് ചെയ്ത് പോകുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദാറ്റ് മീൻസ് സർക്കംഫറൻസിൻ്റെ അടിസ്ഥാനം. അത് വരുന്ന സമയത്ത് വരുന്ന സമയത്ത് നമ്മൾ വേഗത ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സർഫസ് സ്പീഡ് കൂടും. അതേ സമയം ഡയമീറ്റർ കുറയുന്നതനുസരിച്ച് ഔട്ടർ സർഫസ് സ്പീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും വേഗത കൂട്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓവർ സ്പീഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കിനെയും ഉപയോഗിക്കുന്ന ടൂളിനെയും ബാധിക്കും. കാരണം ആ ടൂൾ ബ്ലണ്ടായി പോവുകയും അല്ലെങ്കിൽ വർക്ക് സ്പോയിൽ ആവുകയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് വ്യത്യസ്ത വേഗതകളിലുള്ള വർക്കുകൾ വേഗതയിൽ തിരിയാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ കോൺപുള്ളി ഹെഡ് സ്റ്റോക്കുകൾ പ്രധാനം മറ്റൊന്ന് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ വേറൊരു ഡിവൈസും കൂടിയുണ്ട്, ഒരു ബാക്ക് ഗിയർ മെക്കാനിസം എന്നൊക്കെ സാധനം ഉപയോഗിക്കുന്നത്. അതായത് ബാക്ക് ഗിയർ മെക്കാനിസം ഇതിൻ്റെ അഡീഷണൽ ഒരു ഗിയർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പിൻഡിലിൻ്റെ മേലെ ഒരു ചെറിയൊരു പിനിയനും ഒരു ബുൾ ഗിയറും സെറ്റാക്കി വെച്ചിരിക്കുന്നു. അത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഇപ്പോഴല്ല, നമ്മൾ മറ്റേ സ്പിൻഡിലിൻ്റെ മേലെ ഒരു വലിയൊരു ഗിയർ ഫിറ്റായിട്ടുണ്ട്. ഇതിന് ബുൾ ഗിയർ എന്നാണ് പറയുക. ഈ ബുൾ ഗിയറും ഈ പുള്ളിയും തമ്മിൽ ഒരു ക്യാച്ച് പിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദ ക്യാച്ച് പിൻ. ഈ ക്യാച്ച് പിന്നിൽ പിന്നെ ഇതിവിടെ ഒരു ഹോളിൽ കയറിയിട്ടാണ് ലോക്ക് ആകുക. അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് സ്പിൻഡിൽ ഫ്രീ ആയിട്ട് കറങ്ങും, ഈ പുള്ളിയായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെ ബാക്ക് ഗിയർ മെക്കാനിക്സിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ബാക്ക് ഗിയർ മെക്കാനിസം നമ്മളൊരു ലിവറിൻ്റെ സഹായത്താൽ നമ്മൾ നീക്കി വെച്ചു. പിന്നെ എടുത്ത് കറങ്ങാനില്ല, നോക്കിക്കോ. ഇത് കറങ്ങുന്ന സമയത്ത് ഈ ചെറിയ പിന്നിൽ ഇവിടുത്തെ വലിയൊരു ഗിയറിലേക്ക് മൂവ് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. അവിടെ നിന്ന് കറങ്ങിയിട്ട് ഈ ചെറിയ പിന്നിൽ കൂടി ഇവിടത്തേക്ക് ചെയ്യുന്നത് ഒരു ഇത് കൊടുക്കണം സെപ്പറേറ്റ്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ മറ്റൊരു സ്പീഡ് റിഡക്ഷനിലുള്ള മറ്റൊരു സ്പീഡ് കിട്ടും. അതേമാതിരി ഒരു 4 സ്പീഡും കൂടി നമുക്ക് ലഭിക്കും. അതായത് 4 + 4 8 സ്പീഡുകൾ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. നമ്മൾ വേഗത കണക്കൂട്ടികൾ നിയന്ത്രിക്കാൻ സെലക്ട് ചെയ്യുന്നത് കട്ടിങ്ങിൻ്റെ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്, ഡയമീറ്റർ, പിന്നെ കട്ടിംഗ് ടൂളിൻ്റെ ഗുണഘടകങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുത്തെ വേഗത നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് വരുന്നത് ടെയിൽ സ്റ്റോക്കാണ്. വർക്ക് ചെയ്യുന്നതോടെ റൈറ്റ് സൈഡിലാണ് ടെയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ടെയിൽ സ്റ്റോക്ക് ബെഡിൻ്റെ മേലെ കൂടി എൻ്റയർ ലെങ്ത് നമുക്ക് ട്രാവൽ ചെയ്യിക്കാൻ സാധിക്കും. എൻ്റെ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നത് മാത്രമല്ല, ഇതിന് എനിവേർ നമുക്ക് അവിടെ ലോക്ക് ചെയ്ത് നിർത്താനും പറ്റും. ഇതിൻ്റെ പ്രധാന ആവശ്യം ഒരുപാടുണ്ട്. ഒന്നിൽ ഫസ്റ്റത്തെ ഒരു ആവശ്യം ഇതിൻ്റെ ലെങ്തി ജോബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ സാധനം ഉപയോഗിക്കുക. ഫസ്റ്റ് ഇതിനെ പരിചയപ്പെടാം. ഇതിൻ്റെ ഹാവിങ് 2 പാർട്സ്. ബേസ്, ഈ അടിയിൽ കാണുന്ന കാര്യത്തിന് ബേസ് എന്ന് പറയുക, മറ്റേത് ബോഡി. ദിസ് ഇസ് ദ ബേസ്, ദിസ് ഇസ് ദി ബോഡി. പിന്നെ വരുന്നത് റാം ഓർ ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ. ഇവിടെ വരുന്നത് റാം ക്ലാമ്പാണ്. ഇത് ഹാൻഡ് വീലാണ്. ഇത് കറക്കുന്ന സമയത്ത് ഈ സ്പിൻഡിൽ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും. അതിനൊരു സ്ക്രൂവൻ നട്ടാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് സഹായത്താൽ സ്ക്വയർ ത്രെഡ് വെച്ചിട്ടുള്ള സ്ക്രൂവൻ നട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു മോസ് പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മോസ് പേപ്പറിന് നമ്മളൊരു ലേസ് സെൻറ്റർ എന്ന് പറയും. ലേസ് സെൻറ്റർ ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോസ്റ്റ് പേപ്പറിൽ ഒരു സീറ്റായി കിടക്കും. ഒരു ടാപ്പറിൻ്റെ ഒരു പ്രത്യേക ഗുണഘടകങ്ങളാണ്. ഒരു പ്രത്യേക റേഞ്ചിലുള്ള ടാപ്പർ ക്യാച്ച് ചെയ്ത് നിർത്തും. അതിനെ അഴിച്ചെടുക്കാൻ വളരെ പാടാണ്.
അത് ഫിറ്റ് ചെയ്ത് അതിൻ്റെ മേലെ ഇതിൻ്റെ പിന്നിലൂടെ ഒരു ഹാമറിങ് കൊണ്ട് മാത്രമേ ഈ സാധനം അഴിഞ്ഞ് കയറുള്ളൂ. സോ ഇതിനകത്ത് ഹാമറിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്രൂവിൻ്റെ അറ്റം വന്ന് ഇവിടെ ടച്ച് ചെയ്യുക ചെയ്യാം. ഇതിനകത്ത് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡ് പേഴ്സണ് നോസ് എന്നാണ് പറയുന്നത്. ആ നോസിൻ്റെ മേലെ നമ്മൾക്ക് മറ്റേ ചക്ക് ഹോൾഡിങ് ഡിവൈസസ് ഫിറ്റ് ചെയ്യാനുള്ള ചില അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില നോസിൻ്റെ മേലെ ത്രെഡഡ് ആയിരിക്കും, ചിലത് ടാപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ പ്ലാൻ സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഹോൾഡിംഗ് ഡിവൈസ് ഫിറ്റ് ചെയ്യുക. ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യത്യസ്ത ഹോൾഡിംഗ് ഡിവൈസുകൾ വ്യത്യസ്ത വർക്കുകളിന് വേണ്ടി വ്യത്യസ്ത ഹോൾഡിംഗ് ഡിവൈസ് നമ്മൾ ഉപയോഗിക്കും. സപ്പോസ് ഇവിടെ എടുത്തിരിക്കുന്നത് ട്രൂ ചക്കാണ് ഉപയോഗിക്കുന്നത്, ട്രൂ ചക്ക് സെൽഫ് സെൻറ്ററിങ് ചക്കാണ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ സമയത്ത് നമ്മൾക്കതിന് സെൽഫ് സെൻറ്ററിങ് ചക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലെ ഈ സ്നോസിൻ്റെ മേലെ ബാക്ക് പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു സാധന ഡിവൈസ് ഇതിനെല്ലാം ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ഈ ചക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ചില സമയം നമുക്ക് 4 ജോ ചക്ക് ഉപയോഗിക്കേണ്ടി വരും. 4 4 ജോ ഇൻഡിപെൻഡൻറ്റ് ചക്ക്, 4 ജോ ഇൻഡിപെൻഡൻറ്റ് ചക്ക് എന്നാണ് പറയാം. ഇതിന് ട്രൂ ചക്ക് 3 ജോ ചക്ക്. ഇത് തിരിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുക, ഒരു കീ വെച്ചിട്ട് തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ജോകൾ 3 ജോകൾ ഒന്നിച്ച് എക്സ്പാൻഡ് ചെയ്യുകയും ഒന്നിച്ച് ചുരുങ്ങി വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ സെറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. കാരണം ഈസി ആയിട്ട് നമുക്ക് വർക്ക് സെറ്റ് ചെയ്യാനും എടുക്കാനും സാധിക്കും. പക്ഷേ ഇറഗുലർ ജോബ്സ് ഫിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് 4 ജോ ചക്കാണ്. ആ 4 ജോവും നമുക്ക് വ്യത്യസ്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനും തിരിക്കാനും മാറ്റാനും മറിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ റൗണ്ട് ജോബ് മാത്രമല്ല, സ്ക്വയർ ജോബുകളും ട്രയാങ്കിൾ ജോബുകളും ഏത് ടൈപ്പ് ഇറഗുലർ ജോബ്സ് നമുക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് ഒന്ന് കാണിച്ചു തരാം. പിന്നെ വരുന്ന ഈ സ്പിൻഡിൽ ഹോളോ ആയിരിക്കും. ഹോളോ സ്പിൻഡിലാണ്, ഫുള്ളായി ത്രൂ ഔട്ട് ഹോളാണ് സ്പിൻഡിൽ. ഈ സ്പിൻഡിലെ ഹോളോ സ്പിൻഡിലായിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലെങ്തി ജോബുകൾ സെറ്റാക്കാൻ പറ്റും. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ വർക്കുകളാണ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് കഷ്ണമായിട്ട് മുറിക്കേണ്ടതാണ്. നമ്മൾ ലെങ്ത് റോഡ് തന്നെ നമുക്ക് അതിൽ ഇൻസേർട്ട് ചെയ്യാം. അതിനുള്ള ഹാൻഡ് സ്റ്റാൻഡൊക്കെ അടക്കം വെച്ചിട്ട് നമ്മളത് ഫീഡ് ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് കുറക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് ഇതിൻ്റെ നോസിൻ്റെ അറ്റത്ത് ഒരു മോസ് ടേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സെൻറ്റർ ഫിറ്റാക്കും. ഇവിടെ മോസ് ടേപ്പർ എടുത്ത് പിൻഡിലിന് മേലെ ഫിറ്റാക്കിയിരിക്കുന്ന സെൻറ്ററിന് ലൈവ് സെൻറ്റർ എന്നാണ് പറയുക. വേറെ സെൻറ്റർ കൂടി പറയും, പിന്നെ ലൈവ് സെൻറ്റർ എന്നാണ് പറയുക. പിന്നെ വരുന്നത് നമ്മൾ ഈ വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സർഫസ് ഫീഡ് സെൻറ്ററിലേക്ക് വരുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ കുറഞ്ഞു വന്നു വെച്ചാൽ അതിൻ്റെ എക്സ്ട്രീം സെൻറ്ററിൽ എത്തുന്ന സമയത്ത് ഒരു ഡെഡ് പോയിന്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്കൊരു ലൈൻ അസ്യൂം ചെയ്താൽ ദാറ്റ് ഇസ് ദി ആക്സിസ് ഓഫ് ദി ലേക്ക്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെയും പറഞ്ഞു തരാൻ കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷേ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുക ആക്സിസ്. എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും ആ ആക്സിസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ സെറ്റിങ്ങും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ചില വരുന്നത് നമ്മളിവിടെ ടെയിൽ സ്റ്റോക്ക് പറഞ്ഞാൽ 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് ബേസ്, മറ്റൊന്ന് ബോഡി. ഈ ബോഡി പിന്നെ റാം ഓർ ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ, റാം ക്ലാമ്പ്, ഹാൻഡ് വീൽ ഇരിക്കുന്ന സമയത്ത് റാം മുന്നോട്ടും പിന്നോട്ടും മൂവ് ചെയ്യും. അത് ചെയ്യാനുള്ള ഡിവൈസ് ഒരു സ്ക്രൂ നെറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് റാമിൻ്റെ എൻഡിൽ ഒരു മോസ് ടേപ്പർ പ്രൊവൈഡ് ചെയ്ത് അവിടെ സെൻറ്റർ ഫിറ്റാക്കിയിട്ടുണ്ട്. ഡെഡ് സെൻറ്റർ എന്നാണ് പറയുക. പല ടൈപ്പ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് സെൻറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ദാറ്റ് സ്പൈസ് സെൻറ്റേഴ്സ്, ഹാഫ് സെൻറ്റേഴ്സ്, പിന്നെ ഫ്ലാറ്റ് സെൻറ്റേഴ്സ്, ഇതെല്ലാം ഉപയോഗിക്കുക. ഏതെല്ലാം വർക്കുകൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സെൻറ്റേഴ്സിൻ്റെ മാറ്റപ്പെടുന്നു. ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നത് ഇതേ സെൻറ്റേഴ്സ് തന്നെയാണ്. ഈ മോസ് ടേപ്പറിലുള്ള പ്രത്യേകതകളാണ് ഈ ക്യാച്ചിങ് തിരിച്ച് കിട്ടില്ല. ഇത് വലിയ ഫ്ലൈ വീലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നത് ഇതുപോലുള്ള ടേപ്പർ സീറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ചെറിയ ഫ്ലൈ വീലിലും വലിയ വെയിറ്റുള്ള ഫ്ലൈ വീലിലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേപ്പർ സീറ്റിൽ ഫിറ്റ് ചെയ്യേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം അയക്കുമ്പോഴും രണ്ടാമത് ഇടുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും എക്സ്ട്രീം സെൻറ്റർ അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറ്റൊരു സ്ക്രൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലോക്ക് കീ ഉപയോഗിച്ചിട്ടോ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും മൈക്രോൺ ഔട്ട് വരും. ഒരു ഫ്ലൈ വീലിന് ഔട്ട് വന്നു കഴിഞ്ഞാൽ മൈക്രോൺ ഔട്ട് വന്നാൽ തന്നെ അത് ആ മെഷീന് പോയി എന്നർത്ഥം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റേഴ്സ് ഈ ടേപ്പേഴ്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സെൻറ്റർ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്
ഇത് പ്രധാനമായും സെൻറ്റർ ഉപയോഗിക്കുന്നത് ലെങ്തി ജോബുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ടൂൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് വളഞ്ഞു പോയിരിക്കുന്ന സമയത്ത് ലെങ്തി ജോബ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കും. അതുപോലെ അതുപോലെ തന്നെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രിക്ഷൻ കൊണ്ട് ഇതിൻ്റെ എൻഡ് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്, അത് ബേണായി പോകും. അതിന് ഒഴിവാക്കാൻ വേണ്ടി ടിപ്ഡ് സെൻറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കും. ഹാർഡൻ പോർഷൻ മാത്രമുള്ള സെൻറ്റേഴ്സുകളുണ്ട്, ഈ എൻഡിൽ ഹാർഡൻ പോർഷൻ മാത്രമുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ പിന്നെ വരുന്നത് റിവോൾവിങ് സെൻറ്റേഴ്സ്. വർക്ക് കറയുമ്പോൾ തന്നെ ഈ സാധനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന റിവോൾവിങ് ഒരു യൂണിറ്റ് വെച്ചിട്ടുണ്ട്, ആ സെൻറ്റേഴ്സ്. അപ്പോൾ റിവോൾവിങ് സെൻറ്റേഴ്സ് എന്ന് അതിന് പറയാം. പിന്നെ നമുക്ക് വരുന്നത് ഇത് ഉപയോഗിച്ചിട്ട് എന്തെല്ലാം വർക്കുകൾ ചെയ്യാൻ പറ്റും. ഇതിനോട് പറഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ക്ലാമ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതിയിട്ട് ഇവിടെ നമുക്ക് ഡ്രിൽ ചക്ക് ഫിറ്റ് ചെയ്തിട്ട് ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹോൾ ചെയ്യാം. അതുപോലെ ടാപ്പ് ചെയ്യാം. ടാപ്പിംഗ് മീൻസ് ഇൻറ്റേർണൽ ത്രെഡ് കട്ടിംഗ് ആണ് ടാപ്പിംഗ് എന്ന് പറയാം. ടാപ്പിംഗ് യൂണിറ്റ് വെച്ചിട്ട് ടാപ്പ് ചെയ്യാം. ബോറിംഗ് ടൂൾ വെച്ചിട്ട് ബോർ ചെയ്യാം. റീമർ വെച്ചിട്ട് റീം ചെയ്യാം. പിന്നെ എന്തെല്ലാം വർക്കുകളെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ടെററ്റ് ആൻഡ് ക്യാപ്ഷൻ ലൈറ്റുകളിൽ ഇതുപോലെ ടെററ്റ് ഹെഡാണ് ഉപയോഗിക്കുന്നത്, എക്സ്റ്റേണൽ ഹെഡാണ് ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത ടൂളുകൾ അതിനകത്ത് ഫീഡ് ചെയ്തിട്ട് നമുക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. 6 ടൂള് അറ്റ് എ ടൈമിൽ സെറ്റ് ചെയ്യാനും മറ്റേ സൈമൾട്ടേനിയസ്ലി നമുക്ക് ഓരോ ആവശ്യമുള്ള ടൂൾ ഉപയോഗിക്കാനും പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് ഇതിന് ടാപ്പർ ട്യൂണിങ് ചെയ്യാനുള്ള സംവിധാനം. ടാപ്പർ മീൻസ് ഡയമീറ്ററിൽ വലിപ്പം ഡയമീറ്ററിൽ കുറഞ്ഞു വരികയോ കുറഞ്ഞ ഡയമീറ്ററിൽ കയറി വരികയോ എന്നതിന് യൂണിഫോമായിട്ട് കയറി വരുന്നതിന് ടാപ്പർ എന്ന് പറയാം. ടാപ്പർ സൈസ് ചെയ്യുന്ന നമ്പേഴ്സിലാണ്. സപ്പോസ് ഇവിടെ ഈ പറഞ്ഞ മോസ്റ്റ് ടാപ്പർ വരുന്നത് MT3 എന്ന ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണലി സ്റ്റാൻഡേർഡാണ് MT3. എവിടെ പോയി കഴിഞ്ഞാൽ MT3 സ്റ്റാൻഡേർഡ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ലെങ്ത്തും ആ ഡയമീറ്ററും കറക്റ്റുള്ള സാധനം മാത്രമേ നമുക്ക് കിട്ടൂ, എവിടെ പോയാലും, ലോകത്ത് എവിടെ പോയാലും. അങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൈസേഷനാണ്. അപ്പോൾ ഈ ടാപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് നേരത്തെ പറഞ്ഞാൽ ബിറ്റ്വീൻ സെൻറ്ററിലാണ് വർക്ക് സെറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ആക്സിസിന് സമാന്തര കറക്റ്റായിരിക്കും ഈ വർക്ക് വെച്ചാൽ സ്പിൻ ചെയ്യുക. അത് നമ്മൾ ടൂൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആക്സിസിന് എത്ര മാറ്റപ്പെടുത്തുന്നു അത്രയും ടാപ്പർ വർക്കിന് വരും, എക്സെൻട്രിക് ആയിട്ട് വരും. എക്സെൻട്രിക് അല്ല, ഔട്ടായിട്ട് റൺ ചെയ്യുക. അപ്പോൾ എന്താ, അപ്പം ഒരു ഭാഗത്ത് അപ്പം ടൂളിൽ നിന്ന് ഈ ടൂള് പാസ് ചെയ്യുക. ടൂളിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ടൂള് പാസ് ചെയ്യുക എപ്പോഴും ആക്സിസിന് സമാന്തരമായിരിക്കും. ആ ആക്സിസ് സമാന്തരമായി കറങ്ങുന്ന സാധനം എപ്പോഴും 7 ഭാഗത്തിലെ ഗ്യാപ്പ് വെച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഡയമീറ്ററിൽ വേരിയേഷൻ വരും. ദാറ്റ് ഈസ് വൺ മെത്തേഡ് ഓഫ് മേക്കിംഗ് ടാപ്പർ ട്യൂൺ. ഇത് മില്ലിമീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ആ കാൽക്കുലേഷൻ കാണിക്കണം. ഓഫ്സെറ്റിംഗ് ഇൻ മില്ലിമീറ്റേഴ്സ്. പിന്നെ വരുന്ന ബെഡാണ്. ബെഡ് നമ്മൾ ഈ ബെഡിന് വളരെ പ്രത്യേകതകളുണ്ട്. ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ്, നമ്മൾ ഉപയോഗിക്കുന്ന വർക്കിൻ്റെ സ്പീഡ്, കട്ടിങ് ലോഡ്, വൈബ്രേഷൻസ് എല്ലാം താങ്ങാൻ വേണ്ടിയിട്ട് റിജിഡ് ആയിരിക്കണം ബെഡ്. അതിലൂടെ എല്ലാ റിക്സുകളും കാര്യങ്ങളും കൊടുത്തിട്ട് ക്ലോസ് ഗ്രൈൻഡ് കാസ്റ്റ് അയൺ സാധാരണ ഉപയോഗിക്കൽ. സീസൺഡ് ക്ലോസ് ഗ്രൈൻഡ് കാസ്റ്റ് അയൺ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ സർഫസ് ഇതിൽ മെഷീൻ ചെയ്തിട്ടുണ്ട്. ഈ മെഷീൻ ചെയ്ത സർഫസ് മെഷീൻ ചെയ്തിട്ട് അതിൽ രണ്ട് വി ഷേപ്ഡ് ഗൈഡ് വേ, ഇൻവേർട്ടഡ് വി ഷേപ്ഡ് ഗൈഡ് വേസ് കൊടുത്തിട്ടുണ്ട്. ഒന്നിലേക്ക് കൂടി കാരേജ് മൂവ് ചെയ്യുന്നു, മറ്റൊന്നിലേക്ക് കൂടി ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നു. രണ്ട് ഫ്ലാറ്റ് സർഫസും ഒരു വിയും ഒരു ഫ്ലാറ്റും ഉപയോഗിച്ചിട്ട് മറ്റേ കാരേജ് മൂവ് ചെയ്യുന്നു, ഒരു വിയും ഇത് ഉപയോഗിച്ചിട്ട് മറ്റൊന്ന് മൂവ് ചെയ്യുന്നു. ഈ രണ്ട് സർഫാണ്. ഇതെല്ലാം ഈ ഗൈഡ് വേ ആക്സിസിന് പാരലായിരിക്കും, 0 പാരലായിരിക്കും സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വർക്ക് ഒരു വിധത്തിലാണോ നമ്മുടെ ടൂള് മറ്റൊരു വിധത്തിൽ പോകും. ബെഡ് മെയ്ഡ് ഫ്രം ക്ലോസ് ഗ്രെയിൻ കാസ്റ്റ് അയൺ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ വരുന്ന ഇൻവേർട്ടഡ് ഷേപ്പ് ഗൈഡ് വേസ് ഉണ്ട്. ഒന്ന് ഒരു ഫ്ലാറ്റ് ഗൈഡ് വേയും ഒരു ഇൻവേർട്ടഡ് വി ഷേപ്ഡ് ഗൈഡ് വേയും. രണ്ടും പാരലൽ ടു ദി ആക്സിസ് ആണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ രണ്ടിലും ഗാരേജും ടെയിൽ സ്റ്റോപ്പും വരുന്നത് അതിന് മേലെ കൂടിയാണ്. പിന്നെ വരുന്നത് പ്രധാന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ തുടർച്ചയായി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് തേയ്മാനം കൂടും, തേയ്മാനം ഉണ്ടാകും. അപ്പം ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ മാറും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സ്വീകരിക്കുന്ന ഇതിൻ്റെ ഫേസ് വി ഷേപ്ഡ് ഗൈഡ് സർഫസ്
നമ്മൾ ഒരു കെമിക്കൽ പ്രോസസ്സിലേക്ക് കൂടി ഹാർഡൻ ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് കേസ് ഹാർഡൻ കെമിക്കൽ പ്രോസസ്സാണ്. ഒരു 2 mm തിക്നെസ്സിന് 1 to 2 mm തിക്നെസ്സിന് മാത്രമേ ഹാർഡൻ ആയിട്ടുണ്ടാകും ഈ സർഫസ്. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ അതിൻ്റെ പാരൻറ്റ് സ്റ്റേജിൽ തന്നെ കിടക്കും. അവിടെ എന്തെങ്കിലും വൈബ്രേഷൻസോ അല്ലെങ്കിൽ മറ്റൊരു ഇടിയോ താങ്ങാച്ചാൽ അത് കുഷിന് മാതിരി അത് അബ്സോർബ് ചെയ്തു. ഓക്കെ. പിന്നീട് വരുന്ന കാരേജാണ്. കാരേജ് മൊത്തം ഈ യൂണിറ്റിനെയാണ് കാരേജ് എന്ന് പറയുന്നത്. മൊത്തം ഈ യൂണിറ്റാണ് കാരേജ് എന്ന് പറയുന്നത്. ഈ കാരേജിനകത്ത് ഇതിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് വരുന്ന എച്ച് ആകൃതിയിൽ കാണുന്ന പാട്ട്, ഈ എച്ച് ആകൃതിയിൽ കാണുന്ന പാട്ടിൻ്റെ സാഡിൽ എന്ന് പറയും. സാഡിൽ. ഈ സാഡിലിൻ്റെ മേലെയാണ് സാഡിലാണ് നമ്മളെ ഈ വി ഷേപ്പിൽ ഗൈഡ് വേരും ഫ്ലാറ്റിലേക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിറ്റിങ്സ് കൊടുത്തിട്ടുള്ള സ്ലൈഡിങ് വേണ്ട പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ള സാഡിൽ. ഈ സാഡിൻ്റെ മേലെ ഒരു അക്രോസ് ദി ആക്സിസിന് അക്രോസ് ആയിട്ട് ഒരു ഡോട്ട് ടെയിൽ ഗൈഡ് വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഡോട്ട് ടെയിൽ ഗൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡോട്ട് ടെയിൽ ഗൈഡിന് മേലെ ഒരു സ്ലൈഡ് ഫിറ്റാക്കിയിട്ടുണ്ട്. ഫിറ്റാക്കിയല്ല, സ്ലൈഡ് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഒരു സൈഡ് ഫിറ്റാക്കിയിട്ടുണ്ട്. അതൊരു സ്ക്രൂ ആൻഡ് നട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അത് മീൻസ് ഈ ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് സ്ക്രൂ കാണിക്കും. ഹാൻഡിൽ ഇരിക്കുന്ന സമയത്ത് സ്ക്രൂ വർക്ക് ചെയ്യും. അതിലൊരു നട്ട് ഈ സ്ലൈഡിൻ്റെ മേലെ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ ബൈൻഡ് ചെയ്ത നട്ട് നമുക്ക് ഇതിലെ കൂടി മൂവ് ചെയ്ത് വരും. ഇത് അക്രോസ് ദി ആക്സിസിന് അക്രോസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. വെർട്ടിക്കലി പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ്. കാര്യത്തിന് ക്രോസ് സ്ലൈഡ് എന്നാണ് പറയുന്നത്. ക്രോസ് സ്ലൈഡിൻ്റെ മേലെ ഈ സ്ലൈഡിൻ്റെ മുകളിൽ ഒരു സർക്കുലർ ടീ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സർക്കുലർ ടീ സ്ലോട്ട് ഇത് അയച്ചാൽ മാത്രമേ കാണാൻ പറ്റൂ. സർക്കുലർ ടീ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് കോമ്പൗണ്ട് ഡ്രസ് ഫിറ്റായി 2 പോസ്റ്റ് സ്ലൈഡ് എന്ന് പറയും. കോമ്പൗണ്ട് ഡ്രസ് 2 പോസ്റ്റ് സ്ലൈഡ്. ഈ 2 പോസ്റ്റ് സ്ലൈഡ് ഫിറ്റായതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരം നമുക്ക് ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. മാനുവലി മൂവ് ചെയ്യിക്കാൻ പറ്റും. ആ ടൂൾ പോസ്റ്റ് മറ്റേ ഇതിൻ്റെ മേലെയാണ്, കോംപ്രസിൻ്റെ മേലെയാണ് ടൂൾ പോസ്റ്റ് ഫിറ്റാക്കിയിട്ടുള്ളത്. ഇത് സ്ക്വയർ ടൂൾ പോസ്റ്റാണ്. പല വർക്കുകൾക്കും പല വ്യത്യസ്തമായ ടൂൾ പോസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. സിംഗിൾ ടൂൾ പോസ്റ്റ് ഉണ്ട്, സ്ക്വയർ ടൂൾ പോസ്റ്റ് ഉണ്ട്, 4-way ടൂൾ പോസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യസ്ത കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുമാതിരി അപ്പം ഇത് ചെറിയ ദൂരം മാത്രം ചെയ്യാൻ ട്രാവൽ ചെയ്യും. മൂവി ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. അത് ഹാൻഡ് ഫീഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ഫീഡ് എന്ന് പറയാം, ഹാൻഡ് ഫീഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സർക്കുലർ ടീ സ്ലോട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് സിവിലിംഗ് അറ്റ് 360 ഡിഗ്രിയാണ്. ഏത് ആംഗിളുകളിലും കൊടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ടാപ്പർ ടേണിംഗ് മെത്തേഡ് നമ്പർ 2. ഓക്കെ. പിന്നെ ഇതിൻ്റെ ക്രോസ് സൈഡ് ഹാൻഡ് വീൽ എന്നാണ് പറയുന്നത്. ഇതിന് ക്രോസ് സൈഡ് തിരിക്കുന്ന സമയത്താണ് ക്രോസ് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇന്നത്തെ പോർഷൻ ഇതിൻ്റെ ഫ്രണ്ടിന് ഈ ഫ്രണ്ട് പോർഷനിൽ കാണുന്നത് ആപ്രൺ ആണ്. അതായത് അവിടെ ആപ്രൺ മെക്കാനിസം മറ്റും ഒരുപാട് മെക്കാനിസങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇത് ലോഞ്ചിറ്റ്യൂഡൽ ഇതിൻ്റെ തിരിച്ച് വരുന്നത് ലോഞ്ചിറ്റ്യൂഡൽ ഫീൽഡ് മെക്കാനിസം അവിടെ ലോഞ്ചിറ്റ്യൂഡൽ ഫീൽഡ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. ഇത് റാക്ക് ആൻഡ് പിനിയനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ റാക്ക്. ഇതിനകത്തുള്ളിൽ ഒരു ചെറിയൊരു പിനിയൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ദ റാക്ക്. ഒരു പിനിയൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെച്ചാൽ ഇതാണ് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ ഇതിനെടുക്കാം ഇവിടെ ഓട്ടോമാറ്റിക് ഫീഡിങ് മെക്കാനിസങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റേ ടോപ്പിൽ വരുന്ന ഇതിൻ്റെ എന്താണ് ക്രോസ് സ്ലൈഡിൽ ഓട്ടോമാറ്റിക് ഫീഡ് ചെയ്യാനും മറ്റേ ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ് എന്ന് പറയുക ലോഞ്ചിറ്റ്യൂഡിലായിട്ട് മറ്റേ കരയിൽ മൊത്തം മൂവ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുന്നു. പിന്നെ അത് മാത്രമല്ല ഒരു ത്രെഡ് കട്ടിങ് മെക്കാനിസം കൂടി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ് കട്ടിങ് എൻഗേജ് ചെയ്യാനുള്ള മെക്കാനിസം കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഒരു ത്രെഡ് കട്ടിങ് എൻഗേജിങ് ലിവറാണിത്. ലിവർ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലോക്കാവും. അത് ജസ്റ്റ് റൗണ്ടിൽ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് ഓട്ടോമാറ്റിക് വരുന്നത് സാർ. ഇത് മറ്റേ ക്ലച്ചാണ്, ഫ്രിക്ഷൻ കോൺ ക്ലച്ചാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ലോക്ക് ടൈപ്പ് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഏടിയെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു അവയവത്തിൽ കട്ടിങ് ലോഡ് കൂടുകയോ ഡാമേജ് വരുന്ന വിധത്തിലുള്ള സംഗതി ചെയ്യാൻ വരുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്ലിപ്പ് ചെയ്ത് പോയിക്കോളും. അതിനുള്ള അറേഞ്ച്മെൻറ്റാണ് ഈ സാധനം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മൂവ്മെൻറ്റ്, ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് ത്രെഡ് കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറില്ല. ത്രെഡിങ് എടുത്തിട്ട് ഓക്കെ. പിന്നെ വരുന്നത് ലെഗ്സാണ്. 2 ലെഗുകൾ പറഞ്ഞത്, 2 ലെഗുകൾ ഇതിന് കംപ്ലീറ്റ് വെയിറ്റും സാധനങ്ങളും എല്ലാ വയറ്റും താങ്ങാനും ഉള്ള കഴിവുള്ള ലെഗുകളാണ് കിട്ടിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഡ്രൈവിംഗ് ചെയ്യാനുള്ള മോട്ടോറും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഹൗസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെളിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീണ്ടും നമുക്ക് ഹെഡ് സ്റ്റോക്കിലേക്ക് തന്നെ വരാം. ഹെഡ് സ്റ്റോക്കിൻ്റെ പിന്നെ വരുന്നത് കുറേ എൻഡ് ഗിയർ സിസ്റ്റമാണ്. എൻഡ് ഗിയർ സിസ്റ്റം എന്നാണ് പറയുന്നത്. അതിൽ കൊടുത്തിരിക്കുന്നത് സ്പിൻഡിലിൻ്റെ സ്പിൻഡിൽ ഹോളോ സ്പിൻഡിൻ്റെ മേലെ ഒരു ഗിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗിയർ ടംബ്ലർ ഗിയർ മെക്കാനിസം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. 3 ഗിയർ അടങ്ങിയ യൂണിറ്റാണ്, 2 യൂണിറ്റ് അടങ്ങാണ് ടംബ്ലർ ഗിയർ മെക്കാനിസം എന്ന യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്. ടംബ്ലർ ഗിയർ മെക്കാനിസം യൂണിറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മറ്റേ എൻഡ് ഗിയർ സിസ്റ്റത്തിലേക്ക് കൂടി ഇവിടെ ലീഡ് സ്ക്രൂവിലേക്കാണ് വരുന്നത്. ലീഡ് സ്ക്രൂ അല്ലെങ്കിൽ ഫീഡ് ഷാഫ്റ്റ്, ലീഡ് സ്ക്രൂ ഉണ്ടാവും, ഫീഡ് ഷാഫ്റ്റും ഉണ്ടാവും. ഇത് വീട്ടിൽ ലീഡ് സ്ക്രൂ മാത്രമേ പ്രോബ്ലം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിനകത്ത് ഫീഡ് ഷാഫ്റ്റിൻ്റെ ഒരു കാര്യം കൂടി ഇതിനകത്ത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്തിരിക്കുകയാണ് എന്നെ ചെയ്യുന്നത്. ചിലതിനകത്ത് ഫീഡ് ഷാഫ്റ്റ് വേറെ ഉണ്ടാവും, ലീഡ് സ്ക്രൂ വേറെ ഉണ്ടാവും. അഡീഷണലായിട്ട് വേറൊരു ഷാഫ്റ്റും കൂടി കാണും. അത് ഓൺ ഓഫ് സ്വിച്ച് കൺട്രോൾ ചെയ്യുന്ന സംവിധാനമാണ്. അത് സത്രം ലൈറ്റ് മെഷീനിൽ കാണിച്ചു തരാം. ഈ ടംബ്ലർ ഗിയർ മെക്കാനിക്സിൻ്റെ പ്രധാനം വെച്ചാൽ നമ്മൾ ഈ സ്പിൻഡിൽ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ കോമ്പൗണ്ട് റഷ് ടുവാർഡ്സ് ദി ഹെഡ് സ്റ്റോക്കിലേക്ക് വരേണ്ടി വരും. ചിലത് ടുവാർഡ്സ് ദി ടെയിൽ സ്റ്റോക്കിലേക്ക് പോകേണ്ടി വരും. മൂവ്മെൻറ്റ് മറ്റേ കാരേജിൻ്റെ മൂവ്മെൻറ്റ് അത് എങ്ങോട്ടാണ് കട്ട് പോകുന്നത്, അല്ലെങ്കിൽ മറ്റേ ത്രെഡ് കട്ടിങ് എങ്ങനെ വെച്ചിട്ട് അനുസൃതമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുകയും ചെയ്യും. അതിനെ സഹായിക്കുന്ന ഒരു ഡിവൈസ് മാത്രമാണ് ഈ ടംബ്ലർ ഗിയർ മെക്കാനിസം. ദാറ്റ് മീൻസ് ഇതിപ്പോൾ നോക്കുള്ളൂ, ഇവിടെ നോക്കുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നത്. അതേസമയം തന്നെ സ്പിൻഡിലിൻ്റെ റൊട്ടേഷനിൽ മാറ്റപ്പെടുത്താതെ ഇതിൽ മാറിയിട്ട് നമ്മൾ കൊണ്ട് ഇത് ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് കറങ്ങാനോട് കൊടുക്കുന്ന ഒരു ഡിവൈസ് മാത്രമാണ് ഇത്. ഇഷ്ടമൊക്കെ ഈ എൻഡ് ഗിയേഴ്സ് നമ്മൾക്ക് ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കുന്ന സമയത്ത് എത്ര വേഗത വേണം, എത്ര അഡ്വാൻസ് ചെയ്യണം എന്ന് നമ്മൾ കണക്ക് കൂട്ടിയെടുത്ത് മെറ്റീരിയലിൻ്റെ കണക്ക് ടൂളിൻ്റെ ഇത് നമുക്ക് വരുന്ന സർഫസ് ഫിനിഷിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യും. അത് കണക്കായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടോ ചാർട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചാർട്ട് പ്രകാരമോ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വീടിൻ്റെ ഗിയേഴ്സ് സെറ്റ് ചെയ്യും. ഇതിൻ്റെ വേഗതകൾ നമ്മൾ കീപ്പ് ചെയ്യും. ഇപ്പോൾ ത്രെഡ് എസ്പെഷ്യലി കൊടുക്കുന്ന സമയത്ത് ത്രെഡ് ചെയ്യുന്ന സമയത്ത് ത്രെഡ് മീൻസ് അത് ത്രെഡ് എന്ന് അറിയണം. വീണ്ടും ത്രെഡ് യൂണിഫോം ഹെലിക്കൽ ഗ്രൂവ് എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ഓഫ് എ സിലിണ്ടറിക്കൽ ജോബ് എന്നാണ് പറയുന്നത്. അത് ഏത് ത്രെഡായാലും യൂണിഫോമാണ്. അപ്പോൾ യൂണിഫോമായിട്ട് വരുന്ന സമയത്ത് എന്ത് വേണ്ടി വരും, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടണം. ഒരു രണ്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ ഒരു ഗ്യാപ്പും കുഴിയും ഒരു പോയിൻ്റ് ഉയർന്ന ഭാഗവും കാണാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതിൽ ഓരോന്നും ഒരേ ദൂരത്തിലായിരിക്കും. കാരണം ഒറ്റയിൽ മാറ്റപ്പെടുത്താതെ കിട്ടണം. എന്നാലേ ത്രെഡിൽ നമുക്ക് നെട്ടലിട്ടിട്ട് ടൈറ്റ് ചെയ്യാനാക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ലീഡ് സ്ക്രൂ കൊടുത്തിരിക്കുന്നത്. സ്ക്രൂവിലേക്ക് കൂടി കടന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ സ്ക്രൂവിൻ്റെ കറക്റ്റായിട്ട് സ്ക്രൂ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരേ ലെവലിൽ വെച്ച് വന്നത്. നേരെ മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫീഡിങ് മെക്കാനിസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞു ഫ്രിക്ഷൻ കോൺ പുള്ളിയാണ് ഉപയോഗിക്കുന്നത്. അത് മിസ്സാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പ്രൊപ്പോർഷനായിട്ട് നമുക്ക് കിട്ടത്തില്ല.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ മറ്റേ ത്രെഡ് ചേസിങ് ഡയൽ എന്നാണ് നേരത്തെ പറഞ്ഞിട്ടില്ല. ത്രെഡ് ചേസിങ് ഡയൽ നമ്മളിപ്പോൾ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ എൻഗേജ് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടം വരെ വന്നു ത്രെഡിൻ്റെ മറ്റേ ത്രെഡ് ചേസിങ് ഡയൽ. അപ്പോൾ നമ്മൾ ത്രെഡ് വരുന്ന ഒറ്റ മൂവ്മെൻറ്റിൽ അതിന് ഫുൾ ഡെപ്ത് നമ്മൾ ഒരിക്കലും എടുക്കില്ല. ത്രെഡിൻ്റെ ഡെപ്ത് കട്ട് ചെയ്ത് എടുക്കത്തില്ല. സോ എന്ത് ചെയ്യും, കുറേ പ്രാവശ്യം 2, 3, 4 പ്രാവശ്യം ഇങ്ങനെ കുറേ പ്രാവശ്യം പോയിട്ട് മാത്രം അതിന് ഫോം ചെയ്തെടുക്കുക. അതായത് ത്രെഡ് കട്ടിങ് എന്നൊക്കെയാണ് ത്രെഡ് ഫോമിംഗ് എന്നാണ് പറയുക. ത്രെഡ് ഫോം വെച്ചാൽ നമ്മൾ ഏത് ടൈപ്പ് ടൂളാണോ, ഏത് ആംഗിൾ ടൂളാണ്, സ്ക്വയറിൻ്റെ സ്ക്വയർ ത്രെഡാണ് ഫോം ചെയ്യുക. പിന്നെ വി ആണെങ്കിൽ വി അറിയണം. വിയിൽ 55 ഡിഗ്രീൻ്റെ ടൂളാണ് വെക്കുക, 50 ഡിഗ്രിയാണ് വെക്കുക, 60 ഡിഗ്രിയാണ് 60 ഡിഗ്രി വെക്കുക. അതെന്താ കാൽക്കുലേഷൻ ഉണ്ട്, ഏതാണെന്നുള്ള ഡിസൈനിങ് പ്രകാരം ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതേ സമയത്ത് ഓരോ ഗ്രൂവാണ്. അപ്പോൾ ഓരോ ഗ്രൂവ് ഇങ്ങനെ ചെയ്തുകൊണ്ട് യൂണിഫോം ഗ്രൂവാണ്. ഈ ഗ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ പാത്തിലേക്ക് കൂടെ തന്നെ ടൂള് നമുക്ക് എൻഗേജ് ചെയ്യണം. അതിന് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡിവൈസ് മാത്രമാണ് ഇത്. നമുക്ക് വെച്ചാൽ ഒരു സ്ഥലത്ത് ഇത് ഒരു പ്രത്യേക നമ്പർ ഇത് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം, ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഇത് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്പിറ്റ് തിരിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ തന്നെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ തിരിഞ്ഞ് വന്നിട്ട് ഇവിടെ തന്നെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് തന്നെ അതേ ഗ്രൂവിലേക്ക് കൂടി തന്നെ നമുക്ക് പോയിക്കൊണ്ടിരിക്കാൻ കഴിയും. നേരത്തെ കൊടുത്തത് പുള്ളി ഡ്രൈവാണ്. ഇവിടെ കൊടുത്ത് സെപ്പറേറ്റ് പുള്ളി ഡ്രൈവാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടോട്ടലി ഓൾ ഗിയർഡാണ്. ഇത് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഗിയർ ലിവർ ഇതാക്കിയിട്ട് ഇൻറ്റേർണലി ബെൽറ്റാണ് ഗിയേഴ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കാഫിൽ കൊടുത്തിരിക്കുന്ന RPM നമുക്ക് സ്പിൻഡിൽ RPM ആണ്. സ്പിൻഡിൽ RPM കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ആ പൊസിഷനുകളിൽ നമ്മൾ ഇതിനെ ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഇതിനൊരു ബാക്ക് ഗിയർ മെക്കാനിസം ഉണ്ടാവില്ല. കുറേ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചെറിയ സ്പീഡ് മറ്റുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ. പിന്നെ വില ഇത് നേരത്തെ കണ്ടു ടംബർ മെക്കാനിസം എൻഗേജിങ് ലിവറാണ്. ഇതൊക്കെ ഫീഡിങ്. ഇതിന് ഈ ഇത്രയും ബോക്സ് ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, നല്ല നോട്ടേൺ ഗിയർ ബോക്സ് എന്ന് പറയും. ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ് ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ എൻഡ് ഗിയേഴ്സ് സെറ്റ് ചെയ്യുന്നത് ഓരോ ഗിയേഴ്സും നമ്മൾ മാറ്റിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റിയിട്ട് ചാർട്ട് കൊടുത്തിന് മാറ്റിയിടുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഗിയർ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഈ ലിവേഴ്സ് മാത്രം മാറ്റിയിട്ട് ഇതിൻ്റെ വേഗതകൾ നമുക്ക് ഇത്ര പറഞ്ഞ് നേരത്തെ അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ലീഡ് സ്ക്രൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ലീഡ് സ്ക്രൂ ഉണ്ട്, ഒരു ഫീഡ് ഷാഫ്റ്റ് ഉണ്ട്. ഇത് ഓൺ ഓഫ് കൺട്രോളാണ്. നമ്മുടെ സ്വിച്ച് നമ്മൾ കൈകൊണ്ട് പോയിട്ട് സ്വിച്ച് ഓൺ ഓഫ് ആക്കേണ്ട ആവശ്യം വരില്ല. അതേസമയം തന്നെ നമ്മുടെ കൈകൊണ്ട് കാരേജിൻ്റെ ഒന്നിച്ച് മറ്റേത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് മറ്റേ ഹെഡ് ഷോക്കിൻ്റെ ഒരു ലിവർ വെച്ചിട്ട് ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള. അതിനകത്ത് ഇവിടെ ഇതിൻ്റെ കാരേജിൻ്റെ ഒന്നിച്ച് തന്നെ സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനൊരു മറ്റേ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു എമർജൻസി സ്റ്റോപ്പും കൂടി ഫിറ്റാക്കി മറ്റേ പ്രൊവൈഡ് ചെയ്യും.